വിശദമായി നോക്കാം. നടി ഹണി റോസിന്റെ പരാതി അന്വേഷിക്കാൻ പ്രത്യേക സംഘം. സെൻട്രൽ ACP ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഹണി റോസിന്റെ മൊഴി രേഖപ്പെടുത്തും. ഇതിനുശേഷമാകും ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. ഹണിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തിരിക്കുന്നത്. നവമി ദിനേശ് ചേരുന്ന വിവരങ്ങളുമായി. നവമി, ഏറ്റവും പ്രധാനമായി നമുക്കറിയേണ്ടത് എന്ത് നടപടിയിലേക്ക് ഉടൻ കടക്കും പോലീസ് എന്നുള്ളതാണ്. കാരണം ഒരു സ്ത്രീയെ, ഒരു നടിയെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കാൻ സാധിക്കുന്നതിന്റെ അങ്ങേയറ്റം അധിക്ഷേപിച്ച അവസാനം അവർ ഇതാ നടപടിക്ക് ഒരുങ്ങുകയാണ്. പോലീസിൽ പരാതി നൽകുന്നു. പ്രമുഖന്റെ പേരെടുത്ത്, ബോബി ചെമ്മണ്ണൂരിന്റെ പേരെടുത്ത് പറഞ്ഞ് പരാതി നൽകിയിരിക്കുന്നു. ഇനി എന്ത് നടപടിയിലേക്ക് കടക്കും പോലീസ്? അത് എപ്പോഴുണ്ടാകും? വിവരങ്ങൾ. ഭവ്യ, ആദ്യഘട്ടം എന്നോണം അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിരിക്കുകയാണ്. കൊച്ചി ACP ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമായിരിക്കും ഇതിൽ അന്വേഷണ ചുമതല CIക്കാണ് നൽകിയിരിക്കുന്നത്. സൈബർ ഇടത്തെ വിദഗ്ധരടക്കം അടങ്ങുന്ന ഒരു സംഘത്തെയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. ആവശ്യമെങ്കിൽ ഈ സംഘത്തെ വിപുലീകരിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഹണി റോസിന്റെ മൊഴി വിശദമായി ഒന്നുകൂടി എടുക്കേണ്ടതുണ്ട്. ഹണി റോസിന്റെയും സൗകര്യം നോക്കിയിട്ട് അന്വേഷണ സംഘം അതിലേക്ക് കടക്കും. അതിനുശേഷം ആവശ്യമെങ്കിൽ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനും സാധ്യതയുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ കേരളത്തിന് പുറത്താണ് ബോബി ചെമ്മണ്ണൂർ. ഈ ഒരു അടിസ്ഥാനത്തിൽ ഇനി ബോബി ചെമ്മണ്ണൂർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കഴിഞ്ഞ 2 ദിവസമായി വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ ഹണി റോസ് സൈബറിടങ്ങളിൽ നേരിടുന്ന ഈ ആക്രമണം. അതിനൊരു അറുതി വരുത്തുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെ ഒരു പോസ്റ്റ് ഇടുകയും അതിന് പിന്നാലെ വലിയ രീതിയിൽ സൈബർ ആക്രമണം അവർക്ക് അതിലും നേരിടുകയും ചെയ്തു. പിന്നീട് സെൻട്രൽ പോലീസിന് പരാതി നൽകി അതിലെ ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി 30-ലധികം പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. BNS-ലെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളും ഒപ്പം IT വകുപ്പും ചേർത്ത് ജാമ്യമില്ലാ കുറ്റം ചുമത്തിയായിരുന്നു ഇപ്പോൾ പോലീസ് കേസെടുത്തത്. അതിനുശേഷം ആദ്യത്തെ പോസ്റ്റിൽ ഒരു വ്യക്തി പേരെടുത്ത് പറഞ്ഞിരുന്നില്ല. ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ തന്നെ പല വേദികളിലും യൂട്യൂബ് ചാനലുകളിലും മാധ്യമങ്ങളിലും അടക്കം വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്ന്, ഇതിനെതിരെ ഇനിയെ തുടർന്നാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നായിരുന്നു ഹണി റോസിന്റെ ആദ്യത്തെ പോസ്റ്റ്. അതിനുശേഷം ഹണി മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചപ്പോൾ തൽക്കാലം ആ പേര് പറയുന്നില്ല, വരും ദിവസങ്ങളിൽ ആ പേര് താൻ തന്നെ പുറത്തുവിടുമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാലും അത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് സെൻട്രൽ പോലീസിന് കമ്മീഷണർ അടക്കമുള്ളവരെ നേരിട്ട് കണ്ട് ഇക്കാര്യങ്ങൾ ബോധിപ്പിച്ചതിന് ശേഷം അവരുടെയൊക്കെ നിർദ്ദേശത്തെ തുടർന്നാണ് ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ ഹണി തീരുമാനിക്കുകയും സെൻട്രൽ പോലീസിന് ഇന്നലെ പരാതി നൽകുകയും ചെയ്തത്. ബോബി ചെമ്മണ്ണൂരിന് എതിരെ സെൻട്രൽ പോലീസിന് പരാതി നൽകിയെന്ന് ഹണി റോസ് തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു കുറിപ്പിടുകയും ചെയ്തത്. ഇതിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. താൻ അത്തരത്തിലൊരു മോശം പരാമർശം അല്ലെങ്കിൽ തന്റെ ഭാഗത്തു നിന്നുമുണ്ടായിട്ടുള്ള പ്രതികരണം അത് ഹണി റോസിന് മോശമായി തോന്നിയെങ്കിൽ അതിനോട് ക്ഷമ ചോദിക്കുന്നു. ഇനി ഇത്തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം ഒന്നും തന്നെ ആവർത്തിക്കില്ല എന്നുകൂടി വിശദീകരണം ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ പോലും ഹണി റോസ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യൽ അടക്കമുള്ള അറസ്റ്റ് അടക്കമുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതിനു മുന്നോടിയായി ബോബി ചെമ്മണ്ണൂർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുകയാണെങ്കിൽ ഈ അറസ്റ്റ് തൽക്കാലം ഉണ്ടാകില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഭവ്യ, ശരി. നവമി ദിനേശാണ് വിശദ വിവരങ്ങൾ നൽകിയത്. എന്തായാലും തെറ്റായ ഉദ്ദേശത്തോടെ ഹണി റോസിനോട് പെരുമാറിയിട്ടില്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. തെറ്റായ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഹണി റോസിനെ താൻ മഹാഭാരതത്തിലെ കുന്തി ദേവിയോട് ഉപമിച്ചത് സോഷ്യൽ മീഡിയയിലൂടെ ചിലർ തന്നെ മറ്റു തരത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. അത് അവർക്ക് വിഷമമുണ്ടാക്കി കാണാം. തന്റെ ജ്വല്ലറികളുടെ ഉദ്ഘാടനത്തിന് വരുന്നവരെ ആഭരണങ്ങൾ അണിയിക്കാറുണ്ട്. മാസങ്ങൾക്ക് മുൻപാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ഇപ്പോൾ പരാതിയുമായി വരാൻ കാരണമെന്തെന്ന് അറിയില്ല എന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. സൈബർ അധിക്ഷേപത്തിൽ പരാതിയുമായി നടി മാല പാർവതി. യൂട്യൂബ് ചാനലിലെ വീഡിയോയ്ക്ക് താഴെ വന്ന അശ്ലീല കമന്റിലാണ് നടി സൈബർ പോലീസിൽ പരാതി നൽകിയത്. വി വിനോദ് നൽകും വിവരങ്ങൾ. വിനോദ്, ഇപ്പോൾ ഇതാ നടി മാല പാർവതിയും സൈബർ അധിക്ഷേപത്തിന്റെ പേരിൽ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? എന്തൊക്കെയാണ് പ്രധാനമായും നടി പറയുന്നത്? യൂട്യൂബിൽ വന്ന ഒരു വീഡിയോ, അതിന് താഴെ വന്ന കമന്റിലാണ് തീർത്തും അശ്ലീലമായ പദപ്രയോഗങ്ങളോടുകൂടിയുള്ള ഒരു കമന്റ് പ്രത്യക്ഷപ്പെട്ടത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതൊരു വ്യാജ ഐഡിയിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാകും. ടൈഗർ എന്ന പേരിൽ തുടങ്ങുന്ന ഒരു ഐഡിയ ആണ്. ആരുടെയെങ്കിലും പേരിലോ മറ്റോ ഉള്ളതല്ല, വ്യാജ ഐഡിയ ആണ്. അതിൽ നിന്നാണ്
തീർത്തും അറപ്പുളവാക്കുന്ന തരത്തിലുള്ള കമന്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ നടി മാലാ പാർവതി സൈബർ പോലീസിന് പരാതി നൽകിയിട്ടുള്ളത്. പോലീസ് കേസെടുക്കുകയും ഇതിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഹണി റോസുമായി ബന്ധപ്പെട്ട അധിക്ഷേപത്തിൽ അറസ്റ്റ് ഉണ്ടാകുന്ന നിലയുണ്ടായി. നേരത്തെ തന്നെ ഇത്തരത്തിൽ സെലിബ്രിറ്റികൾക്കെതിരെ വ്യാപകമായി അധിക്ഷേപം എന്നതിനപ്പുറത്തേക്ക് അശ്ലീല പരാമർശങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ കമന്റായി ഇടുന്ന രീതിയുണ്ട്. അത് ഫേക്ക് ഐഡികളിൽ നിന്നാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ അശ്ലീല പദപ്രയോഗങ്ങൾ കമന്റുകളായി വരുന്നത്. മാത്രമല്ല ഒരു ഐഡിയിൽ നിന്ന് തന്നെ തുടരെ ഒരു വീഡിയോയ്ക്ക് താഴെ ഇടപെട്ട് ഇത്തരത്തിലുള്ള കമന്റുകൾ ഒറ്റനോട്ടത്തിൽ ഒരുപക്ഷെ ആളുകൾ തിരിച്ചറിയാൻ കഴിയില്ലെന്ന് ഒരു ഐഡിയിൽ നിന്നാണെന്ന് ബോധപൂർവമാണ് പലപ്പോഴും ഇങ്ങനെ വ്യക്തിഹത്യ എന്ന നിലയ്ക്ക് കമന്റുകൾ ഉണ്ടാകുന്നത്. ഏതായിരുന്നാലും നടി ഇപ്പോൾ സൈബർ പോലീസിൽ പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സൈബർ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഭവ്യ, അതാണ് സാഹചര്യം. എന്തായാലും സൈബർ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള അശ്ലീല കമന്റുകൾക്കെതിരെ വലിയ തരത്തിൽ രംഗത്ത് വരികയാണ് നടിമാർ ഉൾപ്പെടെയുള്ളവർ. അത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം സൈബർ ഇടത്തിൽ എന്തും പറയാമെന്ന് ധരിച്ച് സമൂഹ മാധ്യമങ്ങളിലെ വാളുകളിൽ എന്തും പറയാമെന്ന് ധരിച്ചിറങ്ങുന്ന ആളുകൾക്കെതിരെയുള്ള ശക്തമായ താക്കീതാണ് ഇത്തരത്തിലുള്ള പോലീസ് നടപടികളിലേക്ക്, നിയമ നടപടികളിലേക്ക് എല്ലാവരും കടക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഒന്ന് ഭയപ്പെടും. ഇത്തരത്തിൽ എന്തും പറയാമെന്ന് ധരിച്ച് കമന്റുകൾ അടക്കം രേഖപ്പെടുത്തുന്ന ആളുകൾക്കൊന്നും ഒരു പേടി ഉണ്ടാകും. ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് എല്ലാവരും കടക്കുന്ന കാര്യത്തിൽ സംശയം. എന്തായാലും VV വിനോദ് തുടരുന്നുണ്ട് വിഷയത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. വിനോദ്, പരാതി നൽകി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഭവ്യ, ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സൈബർ പോലീസിനാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. യൂട്യൂബ് വീഡിയോകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് താഴെ കമന്റുകൾ സാധാരണ രീതിയിൽ വരാറുണ്ട്. പക്ഷേ കളിയാക്കുന്ന തരത്തിലുള്ള കമന്റുകളൊക്കെ ഉണ്ട്. അത് ഒരുപക്ഷെ ആ സെൻസിൽ എടുക്കാൻ കഴിയും. പക്ഷെ ഇത് ആ തരത്തിലില്ല. നമുക്ക് ഈ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ പറ്റാത്ത തരത്തിലുള്ള പദപ്രയോഗമാണ്. ആ നിലയ്ക്കാണ് കമന്റിൽ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ദയവായി തുടരുക. ഇപ്പോൾ നടി മാലാ പാർവതി തന്നെ നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി മാലാ പാർവതി, ആദ്യം തന്നെ ഇത്തരത്തിലൊരു പരാതി നൽകാൻ താങ്കൾ കാണിച്ച മനസ്സിന് ഞാൻ അഭിനന്ദനം പറയുകയാണ്. കാരണം ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ എന്തും പറയാമെന്ന് ധരിക്കുന്ന കുറെ ആളുകളുണ്ട്. അവർക്കുള്ളൊരു മറുപടിയൊക്കെയാണ് ഇപ്പോൾ താങ്കളും നടി ഹണി റോസും ഒക്കെ കാണിക്കുന്നത്. അതിന് തുടക്കത്തിൽ തന്നെ അഭിനന്ദനങ്ങൾ. അല്ലാത്തൊരു മാനസിക അവസ്ഥയിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്ന കാര്യമാണത്. മനസ്സാവാതെ അറിയാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ആധികാരികമായി അശ്ലീലം പറയാൻ ധൈര്യം വരുന്നത് എവിടെ നിന്നാണെന്ന് നമുക്ക് അത്ഭുതപ്പെട്ടു പോയി. ഡിസംബർ 2-ാം തീയതിയാണ് ഞാൻ ആദ്യം ഈ പോസ്റ്റ് കാണുന്നത്. ഒരു ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്സ് എന്നുള്ള പേരില് നടിമാരുടെ കടികളും അബദ്ധങ്ങളും എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂരിലുള്ള ഒരു പെൺകുട്ടിയാണ് ചെന്നൈയിൽ സെറ്റിൽഡ് ആയിട്ടുള്ളത്. അവരുടെ ചാനലാണത്. അതിലാണ് ഈ വീഡിയോ വന്നത്. അതിൽ എന്റെ ധാരാളം ഫോട്ടോസും എല്ലാം വെച്ചിട്ട് വളരെ അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ താഴെ ടൈഗർ എന്ന് -7x3 എന്നോ അങ്ങനെ എന്തോ ഒരു അതിന്റെ ഡീറ്റെയിൽ അതിന്റെ പേര് ഞാൻ അത്ര കൃത്യമായിട്ട് അറിയത്തില്ല. എന്തൊരു കോംപ്ലിക്കേറ്റഡ് ആ ഒരു ഐഡിയിൽ നിന്നുകൊണ്ട് വളരെ മോശമായിട്ടുള്ള ഒരു ആരോപണം, ഒരു അലിഗേഷൻ പോലെ ഒരു സെന്റൻസ് എഴുതി. അപ്പൊ അത് കണ്ടപ്പോ തന്നെ ഞാൻ അതിന്റെ താഴെ അപ്പൊ തന്നെ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും എന്ന് ഞാൻ ഈ മെസ്സേജിന്റെ താഴെയും അല്ലാതെയും ഞാൻ അതിന്റെ അടിയിൽ എഴുതി. ഇതൊരു ഫേക്ക് അക്കൗണ്ട് ആണോ മാഡം? എന്താണ് മനസ്സിലായത്? ഈ ടൈഗറിന്റെ ഒരു ഫേക്ക് അക്കൗണ്ട് ആണെന്ന് പറഞ്ഞു. ഇപ്പം ആദ്യം ഈ സൈബർ പോലീസ് അന്വേഷിച്ചപ്പോ യൂട്യൂബ് പറഞ്ഞത് അതിന് കുറച്ച് അധികം ഒന്നും ആക്ടിവിറ്റി ഇല്ലാത്തൊരു അക്കൗണ്ടാണ്. അതുകൊണ്ട് ഡീറ്റെയിൽസ് തരാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തെങ്കിലും ആക്ടിവിറ്റി വരികയാണെങ്കിൽ തരാം എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്നോട് ചോദിച്ചു അവരെന്താ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ല, അത് അങ്ങനെ അവരെ ആക്ടിവിറ്റി ഉണ്ടായാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു ആക്ടിവിറ്റി കുറച്ച് വെച്ചിട്ട് എന്തും തെറി പറയാമെങ്കിലേ, തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയാമെങ്കിൽ അത് ശരിയല്ലോ എന്ന് പറഞ്ഞു. അപ്പം എന്നാ പിന്നെ അത് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ മജിസ്ട്രേറ്റിനടുത്ത് മൊഴി കൊടുക്കാൻ പോണെന്ന് പറഞ്ഞു. പോയി ഡിസംബർ 28-ാം തീയതി മൊഴി കൊടുത്തു. അതായത് മാഡം സൈബർ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞു അല്ലേ? സൈബർ പോലീസിന് ഡിസംബർ 2-ാം തീയതി കൊടുത്തു. പിന്നെ 16-ാം തീയതി FIR ആയി. അത് കോടതിയിൽ പോയി. കോടതിയിൽ മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തു. 28-ാം തീയതി ഡിസംബർ 28-ന് മൊഴി കൊടുത്തു. ഈ ഒരു സംഭവം ആദ്യമായിട്ടാണോ അല്ലെങ്കിൽ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ടോ? പലതവണ നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യത്തത് വളരെ വ്യക്തിപരമായി ഡാമേജിങ് ആയതും ഒരു ആരോപണം പോലെയും ഒരു ആധികാരികമായ ഒരു വളരെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു
സ്റ്റേറ്റ്മെന്റ് സ്ഥിരമായിട്ട് തെറി ഇഷ്ടംപോലെ എല്ലാ ദിവസവും കേൾക്കുമല്ലോ. നിരന്തരം എന്നും വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എല്ലാം നമ്മൾ അങ്ങനെ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. എല്ലാം ഒരു ജനറിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒട്ടും അംഗീകരിക്കാൻ വയ്യാത്ത ഒരു അശ്ലീലമാണ് അയാൾ എഴുതിയത്. അതുകൊണ്ട് തന്നെയാണ് പരാതിയായിട്ട് മുന്നോട്ട് പോയി. ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്താണ് പറയുന്നത്? എന്ത് നടപടി എടുത്തു? എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, അത് കോടതിയിൽ നിന്ന് ഇപ്പൊ അതിന്റെ നിയമപ്രകാരം നമ്മൾ കോടതിയിൽ മൊഴി കൊടുക്കണം. അത് കൊടുത്തു. ഇനിയും മജിസ്ട്രേറ്റ് ഓർഡർ ഇടും. എന്നിട്ട് യൂട്യൂബിൽ നിന്ന് ഡീറ്റെയിൽസ് എടുക്കണം. കാരണം ഇത് നമ്മൾ ആരാണെന്ന് വെറുതെ കണ്ടെത്തിയ പറ്റത്തില്ല. ഇത് ആധികാരികമായിട്ട് യൂട്യൂബ് ഡോക്യുമെന്റ് അവരുടെ അഡ്രസ്സും കാര്യങ്ങളും തന്നാൽ മാത്രമേ കേസ് കോടതിയിൽ നിലനിൽക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ പ്രൊസീജിയർ ഉണ്ട്. യൂട്യൂബ് കൊടുക്കുന്നില്ല, അതാണ് വിഷയം. ശരി, മനസ്സിലായി. എന്തായാലും വളരെ നന്ദി മാഡം ഞങ്ങളോട് പ്രതികരിച്ചതിന്. വളരെ നന്ദി. കൊടുത്തു കഴിഞ്ഞാൽ ഞാനത് അവസാനം വരെ കേസ് പോകും. തീർച്ചയായും വളരെ മികച്ച തീരുമാനമാണ്. കാരണം ഇത്തരത്തിൽ സൈബർ ഇടങ്ങളിൽ എന്തും സ്ത്രീകൾക്കെതിരെ എന്തും പറയാമെന്ന് കരുതുന്ന ആളുകൾക്കുള്ളൊരു മറുപടി കൂടിയാണ് നിങ്ങളുടെയൊക്കെ ഈ ഒരു ഇടപെടൽ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും തീർത്തും ഒരിക്കൽ കൂടി പറയുന്നു, അഭിനന്ദനങ്ങൾ ഇത്തരത്തിലുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ കാണിച്ച മനസ്സിന്. വളരെ നന്ദി. കലൂർ സ്റ്റേഡിയത്തിലെ ഗിന്നസ് നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട കേസിൽ സാമ്പത്തിക കണക്കുകൾ പരിശോധിച്ച ശേഷം ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യും. പണമെത്തിയ അക്കൌണ്ടുകൾ കണ്ടെത്താനുള്ള നടപടി ആരംഭിച്ചു. ദിവ്യ ഉണ്ണിയാണ് പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡർ. ഇതിനപ്പുറത്തുള്ള സാമ്പത്തിക ലാഭം ദിവ്യ ഉണ്ണിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. കലൂർ സ്റ്റേഡിയത്തിൽ ഗിന്നസ് നൃത്ത പരിപാടിയുടെ സംഘാടകരുടെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതിയിലെത്തും. നവമി ദിനേശ് നൽകും കൂടുതൽ വിവരങ്ങൾ. നവമി, ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യാനുള്ള കാര്യത്തിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘമെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് എപ്പോഴത്തേക്ക് ഉണ്ടാകും? എന്തൊക്കെയായിരിക്കും പ്രധാനമായും അന്വേഷണ സംഘം ദിവ്യ ഉണ്ണിയിൽ ചോദിച്ചറിയാനുള്ള സാധ്യതയുള്ളത്? വിവരങ്ങൾ. ദിവ്യ, ഉമാ തോമസിന്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിൽ ഈ പരിപാടിക്കെതിരെ ഒരു പ്രതിഷേധം നിലനിന്നത്. ഇതിനെതിരെ ഈ രക്ഷിതാക്കളടക്കം വലിയ സാമ്പത്തിക തട്ടിപ്പ് ഇതിൽ നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച് രംഗത്തെത്തുകയും ചെയ്തു. തുടർന്ന് പാലാരിവട്ടം പോലീസ് രക്ഷിതാർത്താവിന്റെ പരാതിയിൽ കേസെടുത്തു. ഇതിന്റെ ഒരു അന്വേഷണം നടക്കുകയാണ്. അതിനിടയിൽ ഈ ദിവ്യ ഉണ്ണിയായിരുന്നു ഈ പരിപാടിയുടെ ഗുഡ്വിൽ ബ്രാൻഡ് അംബാസിഡറായി നിലകൊണ്ടത്. ഈ ദിവ്യ ഉണ്ണിക്ക് എത്ര രൂപ ഇതിൽ സാമ്പത്തികമായ ലാഭം കിട്ടി? 5 ലക്ഷം രൂപ കിട്ടിയെന്നാണ് മൃദംഗാവിഷന്റെ ഉടമ പറഞ്ഞത്. 5 ലക്ഷം രൂപയാണ് ദിവ്യ ഉണ്ണിക്ക് നൽകിയതെന്ന്. പക്ഷെ അത് പോലീസ് മുഖവരയ്ക്ക് എടുത്തിട്ടില്ല. കൂടുതൽ സാമ്പത്തിക ലാഭം ഇതിൽ ദിവ്യ ഉണ്ണിക്കും കിട്ടിയിട്ടുണ്ടോ? ഈ ഒരു പരാതിയിൽ ദിവ്യ ഉണ്ണിക്കും എതിരെയും ഒരു അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ ദിവ്യ ഉണ്ണി അമേരിക്കയിലാണ്. ആവശ്യമെങ്കിൽ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുവാനും ഒക്കെ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അതിനു മുന്നോടിയായി ഇതിന്റെ വരവ് ചെലവ് കണക്കുകൾ കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം ഇവരുടെ അക്കൗണ്ടുകളിലേക്കൊക്കെ എത്ര രൂപ വന്നു, എത്ര കൈമാറ്റം നടത്തി, അങ്ങനെ രേഖകളും ഹാജരാക്കാൻ ഈ ഉടമകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ പിടിയിലായ 5 പ്രതികളുടെയും ജാമ്യം റദ്ദാക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് അന്വേഷണ സംഘവും എത്തി നിൽക്കുന്നത്. എന്തായാലും ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ ഇനി വരും ദിവസങ്ങളിലും ഉണ്ടാകും. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. വൈസ് ചാൻസലറെ തീരുമാനിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവകാശം എടുത്തുകളയുന്ന UGC ചട്ടങ്ങൾക്കെതിരെ കേരളം. VC നിയമനങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഒരു പങ്കുമുണ്ടാകില്ലെന്ന നിലപാടിലെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെയും UGCയും സംസ്ഥാനം അറിയിക്കും. കരടിന് അംഗീകാരം നൽകും. മുൻപ് വ്യവസ്ഥകളിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനും UGCക്കും കത്തയക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ന്യൂസ് 18നോട് പറഞ്ഞു. വൈസ് ചാൻസലർ നിയമനത്തിന്റെ സമ്പൂർണ്ണ അധികാര കേന്ദ്രമായി ചാൻസലർമാരെ മാറ്റാനുള്ള കേന്ദ്ര നീക്കത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കേന്ദ്രം ഭരിക്കുന്നവരുടെ രാഷ്ട്രീയ നയങ്ങളും താൽപ്പര്യങ്ങളും സർവകലാശാലകൾ നടപ്പാക്കാനാണ് ഈ നീക്കമെന്നാണ് കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങളുടെ നിലപാട്. സർവകലാശാലകൾ സംസ്ഥാന സർക്കാരിൻ്റേതാണ്. അവിടെ സംസ്ഥാന ഗവൺമെന്റ് അവകാശങ്ങൾ തടയുന്ന നിലപാട് പ്രതിഷേധാർഹമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റുകളുടേതാണ് പൊതു സർവകലാശാലകൾ. അത്തരം സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ സംസ്ഥാന ഗവൺമെന്റിന് ഒരു പങ്കും പാടില്ല എന്നുള്ള രീതിയിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെയും UGCയുടെയും നിലപാട് അത്യന്തം പ്രതിഷേധാർഹമാണ്. VCമാരുടെ യോഗ്യതകൾ സംബന്ധിച്ച ചട്ടങ്ങളിലും സംസ്ഥാനത്തിന് എതിർപ്പുണ്ട്. വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്ക് പുറമെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള വ്യവസായ പ്രമുഖർക്കും VCമാരാകാമെന്ന നിർദ്ദേശം അംഗീകരിക്കാനാകില്ല.
പ്രധാനപ്പെട്ട വ്യവസായ പ്രമുഖരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്ക് വേണ്ടുന്ന സജഷൻസ് വയ്ക്കാൻ കമ്മീഷനെ നിയോഗിച്ച സർക്കാരുകളാണ് നമ്മൾ കണ്ടത് മുൻപ്. അത് വളരെ ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ് സൃഷ്ടിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അക്കാദമിക ഗുണമേന്മയും ഇന്റലക്ച്വൽ കേപ്പബിലിറ്റീസുമായിരിക്കണം ഒരു VC നിയമനത്തിൽ സുപ്രധാനമായ ഘടകമാകേണ്ടത്. അതിനു പകരം വ്യവസായ പ്രമുഖർക്കോ അതല്ലെങ്കിൽ മറ്റ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കോ ഒക്കെ വൈസ് ചാൻസലർമാരാകാം എന്നുള്ള സ്ഥിതി വന്നാൽ അത് നമ്മുടെ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു പ്രതിലോമകരമായ ആഘാതമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. VC നിയമനാധികാരം പൂർണ്ണമായും ഗവർണറിലേക്ക് മാറുന്നതിനെ പ്രതിപക്ഷവും എതിർക്കുകയാണ്. ഇതിന് ബദൽ മാർഗങ്ങൾ സർക്കാർ കണ്ടെത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. ഉപാധികളൊന്നുമില്ലാതെ കൂടെ നിൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന PV അൻവറിനെ സ്വീകരിക്കാൻ UDF സംസ്ഥാന നേതൃത്വം ആലോചിക്കുമ്പോൾ അതിനോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് മലപ്പുറത്തെ കോൺഗ്രസുകാർ. ലീഗ് മുൻകൈയെടുത്ത അൻവറിനെ കൊണ്ടുവരികയാണെങ്കിൽ അൻവറിന് വേണ്ട സീറ്റും ലീഗ് തന്നെ നൽകണമെന്ന നിലപാടിലാണ് മലപ്പുറത്തെ കോൺഗ്രസിനുള്ളത്. LDF ക്യാമ്പ് വിട്ട PV അൻവർ UDFന്റെ ഭാഗമാകാൻ ഒരുങ്ങുമ്പോൾ മലപ്പുറത്ത് അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യുമോ എന്ന ആശങ്കയാണ് കോൺഗ്രസിനുള്ളത്. 16 മണ്ഡലങ്ങളിൽ 4 മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. പൊന്നാനി, തവനൂർ, നിലമ്പൂർ, അതിനു പുറമെ സംവരണ മണ്ഡലമായ വണ്ടൂർ മാറ്റി നിർത്തിയാൽ പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജയസാധ്യതയുള്ളത് നിലമ്പലത്തിനു വേണ്ടി സജീവമായ രംഗത്തുണ്ട്. ഇനി ഇവർക്ക് സീറ്റ് നിഷേധിച്ച് പകരം അൻവറിനെ മത്സരിപ്പിച്ചാൽ ചിലപ്പോൾ മറ്റു മണ്ഡലങ്ങളിലെ ജയസാധ്യതകളെപ്പോലും അത് സ്വാധീനിച്ചേക്കും. വനം വന്യജീവി നിയമഭേദഗതിയെ മുൻനിർത്തിയാണ് അൻവർ UDF നേതാക്കളെ കാണുന്നതെങ്കിലും ആത്യന്തികമായി ഇത് എത്തിച്ചേരുക സീറ്റ് ചർച്ചകളിലാണെന്ന വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്. ഇതെല്ലാം ദീർഘവീക്ഷണത്തോടെ കണ്ടുകൊണ്ടാണ് ആര്യടൻ ഷൗക്കത്ത് അൻവറിന്റെ നടപടികളെ നിശിതമായി വിമർശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് അൻവറിന് അല്പം വൈകിപ്പോയി എന്ന അഭിപ്രായമുണ്ട്. കാരണം കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂരിലെ കർഷകർക്ക് ഈ കാട്ടാൻ അക്രമത്തിനെതിരെ നമ്മൾ വലിയ ജനകീയ സമരങ്ങൾ നടത്തി വരിക. ഇതൊക്കെ നടത്തുമ്പോഴും നമ്മൾ ഈ ശബ്ദം മുൻപ് കേട്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. മുസ്ലിം ലീഗാണ് അൻവറിനു വേണ്ടി ഇപ്പോൾ UDFൽ സമ്മർദ്ദം ചെലുത്തുന്നത്. സംസ്ഥാനത്തെ മലയോര മേഖലകളിൽ അൻവറിന്റെ സാന്നിധ്യം സ്വാധീനമുണ്ടാക്കുമെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. കോൺഗ്രസിനാണെങ്കിൽ ലീഗിന്റെ അഭിപ്രായത്തെ തള്ളിക്കളയാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കുകയാണെങ്കിൽ സീറ്റ് കാര്യത്തിൽ ലീഗ് തന്നെ വിട്ടുവീഴ്ച ചെയ്യട്ടെ എന്ന നിലപാടാണ് മലപ്പുറത്തെ കോൺഗ്രസിനുള്ളത്. ലീഗ് കൈവശം വച്ചിരിക്കുന്ന സീറ്റുകൾ ഏതെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറാകട്ടെ എന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. അൻവറിന്റെ സ്വന്തം മണ്ഡലമായ ഏറനാടും അൻവറിന് ഏറെ സ്വാധീനമുണ്ടെന്ന് അവകാശപ്പെടുന്ന മഞ്ചേരിയും തിരുവമ്പാടിയുമെല്ലാം ലീഗ് മണ്ഡലങ്ങളാണ്. ഇതിൽ തിരുവമ്പാടി മാത്രമാണ് ലീഗ് മത്സരിച്ച് പരാജയപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ അൻവറിനെ സ്വാഗതം ചെയ്യുന്ന ലീഗ് നേതാക്കൾ പലരും സീറ്റ് വിട്ടുകൊടുക്കുന്ന കാര്യം വരുമ്പോൾ എന്ത് നിലപാടെടുക്കുമെന്നതും ശ്രദ്ധേയമാകും. അതിനിടെ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിച്ച് മുന്നണിയിൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരുക്കങ്ങൾ PV അൻവർ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. മലപ്പുറത്തുനിന്നും CB അനുമോദ്, ന്യൂസ് 18. കണ്ണൂർ കൊളവല്ലൂരിൽ തെരുവുനായയെ കണ്ട് ഭയന്നോടി കിണറ്റിൽ വീണ് മരിച്ച 9 വയസ്സുകാരൻ മുഹമ്മദ് അഫ്സലിന്റെ പോസ്റ്റ്മോർട്ടം ഇന്നലെയാണ് നിർമ്മാണത്തിലിരുന്ന വീടിന്റെ മുറ്റത്തെ മറയില്ലാത്ത കിണറ്റിലേക്ക് കുട്ടി വീണത്. കളിച്ചു മടങ്ങി വരുന്നതിനിടെയാണ് അപകടം. നായക്കൂട്ടത്തെ കണ്ട് കുട്ടികൾ ചിതറിയോടുകയായിരുന്നു. KV ബൈജു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, നമ്മളെ ഏറെ വേദനിപ്പിച്ചൊരു വാർത്തയാണ് ഇത്. ഈ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ അവിടെ ഒരു നടപടി ഉണ്ടായില്ല. ഇപ്പോൾ ഇതൊരു കുഞ്ഞ് തെരുവുനായെ കണ്ട് ഭയന്നോടി കിണറ്റിൽ വീണ് മരിച്ച സംഭവം, അത് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. എന്താണ് വിവരങ്ങൾ? ഭവ്യ, തീർച്ചയായും അങ്ങേയറ്റം വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ്. നമ്മുടെ തെരുവുനായ ശല്യത്തിന് ഒരു പരിഹാരവുമായില്ല എന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ തൂവക്കുന്ന് ഗവൺമെന്റ് LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഫസലിന്റെ ദാരുണമായ മരണം. എന്തായാലും ഈ ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ തെരുവുനായ ഈ കുട്ടികളെ ഇത്തരത്തിൽ ആക്രമിക്കാൻ വന്നത്. ഇതോടുകൂടി ഇവർ ചിതറി ഓടുകയായിരുന്നു. അതിനിടയിൽ ഈ ഫസൽ സമീപത്തായുള്ള ആൾമറിയില്ലാത്തൊരു കിണറ്റിൽ വീഴുകയായിരുന്നു. അതായത് 5 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. പിന്നീട് 8 മണിയോടുകൂടിയാണ് ഫസലിന്റെ മൃതദേഹം ഇത്തരത്തിൽ കണ്ടെത്താനായത്. 3 മണിക്കൂറോളം ആ കിണറ്റിനകത്ത് ആയിരുന്നു കിടന്ന ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും ഇപ്പോൾ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും. എന്തായാലും ഈ പ്രദേശത്തൊക്കെ വലിയ തോതിൽ തെരുവുനായ ശല്യമുണ്ടെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട്. അതിനൊരു പരിഹാരവും ഇതുവരെ കണ്ടെത്താൻ അധികൃതർ ശ്രമിച്ചിട്ടില്ല എന്നൊരു പരാതിയും ഉയരുന്നുണ്ട്. ഒരുപാട് ഇത്തരത്തിലുള്ള തെരുവുനായ ശല്യം നമ്മൾ കണ്ടതാണ്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഒരു ഇരയായി ഇപ്പോൾ
ഫസൽ മാറിയിരിക്കുന്നു. എന്തായാലും അഗ്നി രക്ഷാ സേനയും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ ഫസലിനെ പുറത്ത് എത്തിച്ചത്. ചേലക്കാട് മത്തത്തൂർ ഉസ്മാന്റെയും ഫൗസിയുടെയും മകനാണ്. ഏക സഹോദരി ആൽഫ ഫാത്തിമയാണ്. ഭവ്യ. ശരി, കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ ആറാട്ടുപുഴയിൽ വയോധികയെ നായ കടിച്ചു കൊലപ്പെടുത്തിയതിന് പിന്നാലെ 7 വയസ്സുകാരി ഉൾപ്പെടെ 2 പേരുടെ മുഖം മൂടി നായ കടിച്ചു പറിച്ചു. കരുവാറ്റ 14 വാർഡ് സ്വദേശികൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. വീടിന്റെ കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിച്ച തെരുവുനായ ഇരുവരെയും ആക്രമിക്കുകയായിരുന്നു. പട്ടി എന്നെ മറിച്ചിട്ടിട്ട് എന്നെ മാന്തുമായിരുന്നു മുഖത്തും കയ്യിലും പുറത്ത്. പട്ടി ഇവിടുന്ന് ഓടി വന്ന് ഞാൻ അവിടെ നിൽക്കുക, ഇങ്ങനെ ഓടി വന്ന് എൻ്റെ നേരെ വന്ന് കടിക്കുമായിരുന്നു. കരുവാറ്റ പഞ്ചായത്തിൽ 14 വാർഡ് തെരുവുനായ ആക്രമണ ഭീഷണിയിൽ വിറങ്ങലിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെ വീട്ടുമുറ്റത്ത് നിന്ന് കളിച്ച 7 വയസ്സുകാരി കൽഹയുടെ ശരീരത്തിലേക്ക് നായ പാഞ്ഞു കയറുകയായിരുന്നു. ഞായറാഴ്ചയായിരുന്നു. ഒരു 6 മണി കഴിഞ്ഞ ശേഷമായിരുന്നു. എൻ്റെ മോടെ മകളാണ്. അപ്പം മോള് ചോറ് വേണമെന്ന് പറഞ്ഞു. മകള് ചോറെടുത്ത് കുഞ്ഞിന് വാരി കൊടുത്തു. കുഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി കൈ കഴുകാൻ പോയപ്പോൾ ഞങ്ങൾ 2 പേരും ആ റൂമിനകത്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ നിന്നിട്ട് കുഞ്ഞ് കൈ കഴുകി വെച്ച് അവിടെ മാറി നിന്നപ്പം റോഡിൽ കൂടെ പട്ടി ഓടി വന്ന് കുഞ്ഞിനെ ഉപദ്രവിക്കുകയായിരുന്നു. ഉപദ്രവിച്ച സമയത്ത് ഞങ്ങൾ കണ്ടില്ല. കുഞ്ഞ് നിലവിളിച്ചപ്പോഴാണ് ഞങ്ങൾ ഓടി വരുന്നത്. പട്ടി മേലെ കുഞ്ഞ് താഴെ അടിയിലുമായിട്ട് കിടന്നും പട്ടി കുഞ്ഞിനെ ഉരുട്ടുമായിരുന്നു. അപ്പം ഞങ്ങൾ ഓടിച്ചെന്ന് കുഞ്ഞിനെ വാരിയെടുക്കുമ്പോൾ ഓടി അടുക്കലോട്ട് ചെന്നപ്പോൾ പട്ടി അങ്ങ് പോയി. കുഞ്ഞിനെ വാരിയെടുത്തപ്പോൾ കുഞ്ഞിൻ്റെ മുഖം മുഴുവനും ബ്ലഡായിരുന്നു. മുക്കിക്കൂടെ മായിക്കൂടെ എല്ലാം ബ്ലഡായിട്ടാണ് കുഞ്ഞിനെ എടുക്കുന്നത്. കുഞ്ഞിന് ബോധം പോയായിരുന്നു. കുട്ടിയുടെ മുഖത്തും കണ്ണിന് മുകളിലുമായി നിരവധി മുറിവുകളുണ്ട്. വീഴ്ചയിൽ പല്ലുൾപ്പെടെ കൊഴിഞ്ഞുപോയി. ആകെ പേടിച്ചു വിറച്ച അവസ്ഥയിലാണ് 7 വയസ്സുകാരി. കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ പോളയ്ക്ക് മുറിവുണ്ട്, കണ്ണിൻ്റെ 4 ചുറ്റും മുറിവുകളുണ്ട്, പിന്നെ പുറത്തുണ്ട്. കുഞ്ഞിൻ്റെ കൈവശം 2 ഭാഗത്തായിട്ടുണ്ട്. കുഞ്ഞിൻ്റെ പല്ല് പോയതായിട്ട് കാണുന്നു. കൽഹയെ ആക്രമിച്ചതിനു പിന്നാലെ മറ്റൊരു വയോധികയുടെ മുഖവും നായ കടിച്ചു പറിച്ചു. കൽഹ എന്ന പിഞ്ചു കുഞ്ഞിനെ നമ്മൾ കണ്ടു. അത്യന്തം ഭയാനകമായ ദൃശ്യങ്ങളാണ് കരുവാറ്റ പഞ്ചായത്തിൽ വിവിധയിടങ്ങളിൽ നിന്ന് കാണുന്നത്. ആ കുട്ടി ആക്രമിക്കപ്പെട്ട അതേ സമയത്ത് തന്നെ ആക്രമിക്കപ്പെട്ട ഒരു അമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത്. നായ ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കാണ് മുഖത്ത് ഏറ്റത്. വേദന കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഇവര്. എനിക്ക് ഓർമ്മയുണ്ടോ എന്താ സംഭവിച്ചെന്ന്? പുറത്ത് നിൽക്കുമായിരുന്നോ? പുറത്ത് പാത്രം കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയത് അടുക്കളയെന്ന്. മിനിഞ്ഞാന്ന് രാത്രിയിലായിരുന്നു. അന്നേരം പട്ടി ചാടി കയറി കടിച്ചത്. പാത്രം കഴുകിയില്ല, പാത്രം കയ്യിൽ നിന്ന് അവിടെ താത്ത് വെച്ച്. പിന്നെ ഞാൻ ഇഞ്ഞ് കയറി പട്ടി കടിച്ചപ്പോ പെരേ കയറി പാത്രം കൊണ്ട് ഞാൻ ഇറങ്ങിയതാണ്. അന്നേരം വെളിയിൽ നിന്ന് പട്ടി മുഖത്തോട്ടങ്ങ് ചാടി കയറി അങ്ങ് അങ്ങനെ വന്നതാണ്. വീടിന്റെ പിന്നാമ്പുറത്ത് രക്തത്തിൽ കുളിച്ചു കിടന്ന ഭാര്യയെ കണ്ട് ഭയന്നു പോയതായി ഭർത്താവ് രവീന്ദ്രൻ പറഞ്ഞു. അയ്യോ എന്നും പറഞ്ഞു കരഞ്ഞുകൊണ്ട് രക്തം ഇങ്ങനെ വാർന്നുകൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. മുഖത്ത് മുഴുവൻ മുഖവും ഇട്ടുന്ന വസ്ത്രത്തിലും മുഴുവൻ രക്തം. ഞങ്ങൾ തുണി കൊണ്ടുവന്ന് എല്ലാം തൂത്തേച്ച് സുഖപ്പെട്ട് ഉടനെ കഴുകി. സാമ്പത്തിക ശേഷി ഇല്ലാത്ത കുടുംബങ്ങളാണെങ്കിലും തെരുവ് നായ്ക്കളെ ഭയന്ന പ്രദേശത്തെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് ഓട്ടോറിക്ഷയിലാണ്. സ്കൂളിന് ചുറ്റുമതിലുമില്ലെന്ന് കൽഹയുടെ മുത്തശ്ശി പറയുന്നു. കൽഹയെ കൂടാതെ കഴിഞ്ഞ ദിവസം ആറാട്ടുപുഴയിൽ 2 കുട്ടികൾക്ക് കൂടി തെരുവുനായയുടെ കടിയേറ്റിരുന്നു. ആറാട്ടുപുഴയിലേതിന് സമാനമായ രീതിയിൽ തെരുവുനായ്ക്കൾ ഈ 6 വയസ്സുകാരിയുടെ മുഖം കടിച്ചെടുത്തു. അമ്മയും മുത്തശ്ശിയും കണ്ടതുകൊണ്ട് മാത്രമാണ് തലനാരിഴയ്ക്ക് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായത്. ഉത്തരവാദിത്തപ്പെട്ടവർ ഇനിയും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നിവർത്തികെട്ട പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന് പറയുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ ഹരിപ്പാട് നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം.
നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ജാമ്യമില്ലാ കേസ്. എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത് BNS 74(4) വകുപ്പ് പ്രകാരം. IT നിയമത്തിലെ 67-ാം വകുപ്പും ചുമത്തി. താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ എന്ന് ബോബി ചെമ്മണ്ണൂരിനോട് സമൂഹ മാധ്യമ പോസ്റ്റിൽ ഹണി റോസ്. താൻ വിശ്വസിക്കുന്നത് രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ ശക്തിയിലാണെന്നും നടി. സൈബർ അധിക്ഷേപ കേസിൽ നടി ഹണി റോസിന്റെ മൊഴിയെടുത്തു. സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് താരം മൊഴി നൽകിയത്. മോശം പരാമർശങ്ങളടങ്ങിയ സ്ക്രീൻഷോട്ടുകളും കൈമാറി. ഹണി റോസിനെതിരായ സൈബർ അധിക്ഷേപ കേസിൽ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യത. 30-ലധികം പേർക്കെതിരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. അശ്ലീല കമന്റുകൾ ഇട്ടവരുടെ പ്രൊഫൈലുകൾ പരിശോധിച്ചു വരും. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചെന്ന ഹണി റോസിന്റെ പരാതിയിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. 20 പേരെ തിരിച്ചറിഞ്ഞു. ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നും കമ്മീഷണർ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ വെട്ടിലാക്കിയ പരാമർശങ്ങളിൽ NN കൃഷ്ണദാസിനെതിരെ CPM നടപടി. കൃഷ്ണദാസിനെ പരസ്യമായി താക്കീത് ചെയ്തു. കൃഷ്ണദാസിന്റെ പ്രതികരണം പൊതുജനങ്ങൾക്കിടയിൽ പാർട്ടിക്കിടയിൽ ഭിന്നതയുണ്ടെന്ന പ്രതീതിയുണ്ടാക്കിയെന്ന് MV ഗോവിന്ദൻ. തിരികെ വാർത്തയിലേക്ക്. DCC ട്രഷററുടെ എൻ വിജയന്റെ ആത്മഹത്യ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരിക്കെ KPCC സമിതി വയനാട്ടിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതി NM വിജയന്റെ കുടുംബം അടക്കം ഉന്നയിച്ച ആരോപണം പരിശോധിക്കും. M ലിജു, TN പ്രതാപൻ, സണ്ണി ജോസഫ് എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. സനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ഈ വലിയ പ്രതിരോധമാണ് ഈ DCC ട്രഷററുടെ ആത്മഹത്യ കോൺഗ്രസിന് ഉണ്ടാക്കി വെച്ചത്. ആ കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇന്ന് യോഗം അവിടെ ചേരുന്ന സമയത്ത് KPCC സമിതി വയനാട്ടിൽ ചേരുന്ന സാഹചര്യത്തിൽ കുടുംബം ഈ KPCC സമിതിയോട് അനുയോജിക്കുമോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? എന്തായാലും നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അദ്ദേഹത്തിന്റെ മകൻ അല്പസമയത്തിനകം വിജീഷ് നമ്മോടൊപ്പം ചേരുകയും ചെയ്യും. വലിയ പ്രതിരോധത്തിലേക്കാണ് കോൺഗ്രസ് പാർട്ടി വയനാട്ടിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ചും കേരളത്തിൽ നീങ്ങുന്നത്. കാരണം കരുവന്നൂരും അടക്കം നവീൻ ബാബുവിന്റെ ആത്മഹത്യ അടക്കം വലിയ പ്രചാരണ വിഷയങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി അവർ ഉന്നയിക്കുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലുള്ളൊരു ആത്മഹത്യാ കുറിപ്പാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. വയനാട് ജില്ലയിലെ തന്നെ 4 സഹകരണ ബാങ്കിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ പണമായി കൈപ്പറ്റിയിരുന്നു. ഈ പണത്തിന്റെ ഒരു വിഹിതം ജില്ലയിലെ പ്രധാന കോൺഗ്രസ് നേതാക്കളൊക്കെ വാങ്ങുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ ബാധ്യതകൾ തനിക്ക് മാത്രമായി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വലിയ വർദ്ധിച്ച സാമ്പത്തിക ബാധ്യത താൻ ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു. സഹായം തേടിയ നേതാക്കളെല്ലാം കൈവിടുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്റെ കുടുംബത്തിന്റെ അവശേഷിക്കുന്ന ബാധ്യതകളെങ്കിലും തീർക്കാൻ പാർട്ടി തയ്യാറാവണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. 5 പതിറ്റാണ്ടുകാലം കോൺഗ്രസിന്റെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി പ്രവർത്തിച്ചിരുന്ന ഒരു ആൾ കൂടിയായിരുന്നു NM വിജയൻ. അദ്ദേഹം നേതൃത്വവുമായൊക്കെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളുമാണ്. അതുകൊണ്ട് ഈ മരണശേഷം ഇക്കാര്യങ്ങളൊക്കെ ഈ കുടുംബം ഈ നേതാക്കളുമായി സംസാരിക്കണം, ഈ കുറിപ്പ് കാണിക്കണം. എന്നിട്ടും നടപടികളൊന്നും ഉണ്ടായില്ലെങ്കിൽ കുറിപ്പ് പ്രസിദ്ധീകരിക്കണം, അല്ലെങ്കിൽ പുറത്തേക്ക് വിടണം എന്നൊരു നിർദ്ദേശമാണ് അദ്ദേഹം NM വിജയൻ മരിക്കുന്നതിന് മുമ്പ് നൽകിയത്. അത് മകനെ ഏൽപ്പിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. ആ കുറിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നത് നമ്മൾ കാണുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കുറിപ്പ് വലിയ വിവാദങ്ങൾക്ക് തന്നെ തിരികൊളുത്തിയിരിക്കുന്നു. KPCC ഈ സാഹചര്യത്തിലാണ് ഒരു അന്വേഷണ സമിതിയെ, ഒരു സബ് കമ്മിറ്റിയെ നിയോഗിച്ച് ഈ വിവാദം അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഉപസമിതിയിൽപ്പെട്ട ആളുകൾ മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും M ലിജുവും TN പ്രതാപനും സണ്ണി ജോസഫും അടക്കമുള്ള ആളുകൾ ഇന്ന് ജില്ലയിൽ എത്തുന്നത്. അവർ DCC ഓഫീസിലാണ് ആദ്യം ചില ആശയവിനിമയങ്ങൾ നടത്തുന്നത്. അതിനുശേഷം ഈ വീട്ടിൽ അദ്ദേഹത്തിന്റെ സുൽത്താൻ ബത്തേരിയിലെ വീട്ടിലെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വീട്ടുകാരും ഈ സമിതിയുടെ സന്ദർശനത്തോട് സഹകരിക്കും എന്നാണ് നിലവിൽ നമ്മോട് പറഞ്ഞത്. പക്ഷേ എങ്ങനെയാണ്
പ്രതികരണം എന്നത് മകൻ അല്പസമയത്തിനകം നമ്മളോട് സംസാരിക്കും. അദ്ദേഹം ഒരു ഫോൺ കോളിലേക്ക് നീങ്ങിയത് കൊണ്ടാണ്. പക്ഷേ അവർക്കും വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. കാരണം ഈ നേതാക്കളുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ നടത്തിയപ്പോഴും ഒരു അനുകൂല നിലപാടല്ല പലയിടങ്ങളിലും സ്വീകരിച്ചത്. VD സതീശന്റെ പ്രതികരണമായാലും കെ സുധാകരന്റെ പ്രതികരണമായാലും ഒക്കെ അങ്ങേയറ്റം അനുകൂലമായൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നില്ല. IC ബാലകൃഷ്ണനെ വർഷങ്ങളായി അറിയാവുന്ന ഏറെ പരിചയസമ്പന്നനായ ഒരു നേതാവാണ് IC ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന് ഇങ്ങനത്തെയുള്ള പിശകുകൾ പറ്റുമോ എന്ന കാര്യം ചോദിക്കുന്നു. VD സതീശന് കത്ത് നൽകുമ്പോൾ കത്തിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വേണം. അതായത് കത്തിനുള്ളിൽ കോപ്പി 2 എഴുതിയിരിക്കുന്നത് മറ്റൊരു ഹാൻഡ് റൈറ്റിംഗിലാണ്, അല്ലെങ്കിൽ അതിലെ ചില കാര്യങ്ങൾ പരസ്പരം പൊരുത്തപ്പെടുന്നില്ല എന്നടക്കമുള്ള ചില കാര്യങ്ങൾ VD സതീശനും പറയുമ്പോൾ ഈ കുടുംബം അതിനെതിരെയൊക്കെ രംഗത്ത് വരികയാണ്. കാരണം കത്തിന്റെ ഒരു വ്യക്തതയെക്കുറിച്ച് പോലും നേതാക്കൾ സംശയം പ്രകടിപ്പിക്കുമ്പോൾ ഏത് തരത്തിലേക്ക് ഈ അന്വേഷണം നീങ്ങും എന്നതിനെക്കുറിച്ചുള്ള ഒരു ആശങ്ക തന്നെ ഈ കുടുംബത്തിനുണ്ട്. ഒപ്പം ഈ പൂർണ്ണമായും ടി സിദ്ദിഖിനെ പോലെയും ND അപ്പച്ചനെ പോലെയുള്ള നേതാക്കൾ പൂർണ്ണമായും ഈ കത്ത് തള്ളുകയാണ്. വ്യക്തിപരമായ ബാധ്യതകളാണ് അദ്ദേഹത്തിനുള്ളത്, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി വരുത്തിവെച്ച ബാധ്യതകളല്ല, അല്ലെങ്കിൽ പാർട്ടിക്ക് നൽകിയ ബാധ്യതകളല്ല, പാർട്ടിക്ക് വേണ്ടി ആരിൽ നിന്നും പണം വാങ്ങാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നീ കാര്യങ്ങളൊക്കെയാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ഒരു വശത്ത് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്, വിജിലൻസ് ഈ കേസിലെ അഴിമതിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വരുന്നു. ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത കൈവരുമോ എന്നതാണ് അറിയേണ്ടത്. CPM ശക്തമായ നിലപാടുകൾ തന്നെ തുടക്കത്തിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവർ IC ബാലകൃഷ്ണൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരമുഖത്തേക്ക് മാറുന്നൊരു കാഴ്ച. എന്തായാലും നമുക്കൊപ്പം മകൻ വിജീഷ് തന്നെയുണ്ട്. ഈ പൂർണ്ണമായും വ്യക്തിപരമായ കാരണങ്ങളാണോ അതോ വ്യക്തിപരവും രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടാണോ താങ്കളുടെ പിതാവ് മരിച്ചതെന്നാണ് കാര്യം? പിതാവ് അവസാനമായിട്ട് എഴുതിയ മരണക്കുറിപ്പിൽ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ കൂടുതലുള്ള അറിവൊന്നും എനിക്കുമില്ല. ഞാനത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. സാമ്പത്തിക ബാധ്യതയുണ്ട്. ഈ പാർട്ടിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. ഇപ്പം ND അപ്പച്ചൻ ഇത് പറയുന്നത് ഈ കഴിഞ്ഞ 19-നും DCC ജനറൽ ബോഡിയിൽ വെച്ച് താങ്കൾ കണ്ടതാണ്. അന്നും സാമ്പത്തികമായ ഒരു കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യം തനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു. അതിലെന്തെങ്കിലും അതിൻ്റെ വസ്തുത എനിക്കറിയില്ല. പക്ഷേ മരണശേഷം ഇവരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും. ഈ പറഞ്ഞ ആൾക്കാരും അറിയില്ല ഏത് രീതിയിലാണ് ഇവർ എനിക്കിപ്പം എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അച്ഛൻ്റെ മരണക്കുറിപ്പ് മാത്രമേ ഉള്ളൂ. അതിൽ കാര്യങ്ങൾ എന്താ വെച്ചാൽ അങ്ങനെ നടക്കട്ടെ. അല്ലാതെ പ്രത്യേകിച്ചൊരു ഈ രാഷ്ട്രീയമായിട്ട് പറയുന്ന മാതിരി എനിക്കൊരു മാറ്റിപ്പറച്ചിലുകളുടെ ആവശ്യമൊന്നും എനിക്കില്ല. പറഞ്ഞ കാര്യങ്ങൾ തന്നെ എനിക്ക് പറയാനുള്ളത്. താങ്കൾ VD സതീശനെ പോയി കാണുന്നു, പക്ഷെ അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തത കുറവ്, കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്നു. അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞതാണ്. അപ്പം എനിക്ക് അതിൽ മാറ്റി പറയാനൊന്നുമില്ല. ഞാൻ പറഞ്ഞതുമായിട്ട് തന്നെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളതിലുള്ളൂ. ഞാൻ പോയി കണ്ട് സംസാരിച്ച് വന്നതാണ്. അതേമാതിരി കെ സുധാകരനെ കണ്ടാണ്, എല്ലാവരും കണ്ട് സംസാരിച്ച് പോകുന്നതാണ്. കാരണം പിന്നെ അതിൽ ഞാൻ ഇനി മാറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ല. കെ സുധാകരൻ പറയുന്ന വർഷങ്ങളായി അറിയാവുന്ന നേതാവാണ് IC ബാലകൃഷ്ണൻ. അദ്ദേഹം വളരെ പരിചയസമ്പന്നമായ നേതാവാണ്. ഇങ്ങനത്തെ ഒരു പിഴവൊന്നും അദ്ദേഹത്തിന് വരില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ പറയട്ടെ. എനിക്കും ഈ IC ബാലകൃഷ്ണനെ അറിയുന്നത് ഇവിടെ MLA ആയി മത്സരിക്കുന്ന ആ ഒരു സമയം മുതൽ അച്ഛൻ്റെ കൂടെ നടന്നിട്ടുള്ള ആ ഒരു ഇതിൽ വെച്ച് എനിക്ക് അറിയുള്ളൂ. ഇതിപ്പോൾ പൂർണ്ണമായും ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പിശകുന്ന രീതിയിലേക്ക് ഒരു മാറ്റാൻ ഉള്ള ശ്രമമല്ല നടക്കുന്നത്. അങ്ങനൊരു എൻ്റെ അച്ഛൻ മരണക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. അതിലുള്ള എന്താ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ അത് വ്യക്തിപരമായ രീതിയിലേക്ക് അവർ എനിക്കറിയില്ല അതെന്താണെന്നുള്ളത്. ഈ ഗോപിനാഥൻ അടക്കം പറയുന്നത് മരിക്കുമ്പോൾ ആളുകൾക്ക് എന്ത് എഴുതി വെച്ച് മരിക്കാമല്ലോ എന്നാണ് പറയുന്നത്. പക്ഷെ അതല്ലല്ലോ, ഈ നിയമത്തിന്റെ മുന്നിൽ പോലും ഈ മരണക്കുറിപ്പിന് അല്ലെങ്കിൽ ആത്മഹത്യാക്കുറിപ്പിന് വലിയ നിയമ സാധ്യതയാണുള്ളത്. അതൊരു വലിയ വിലപ്പെട്ട രേഖയായിട്ടല്ലേ കണക്കാക്കുന്നത്. അത് അങ്ങനെ കാണുന്നില്ല, കോൺഗ്രസ് അങ്ങനെ കാണുന്നില്ലെന്ന് താങ്കൾ തോന്നുന്നുണ്ടോ? എന്തായാലും അവർ ഇതിനെപ്പറ്റി എന്നോട് സംസാരിച്ചിട്ടൊന്നുമില്ല. എന്തായാലും സംസാരിക്കായിരിക്കും. ഇന്നിപ്പോൾ ഒരു ഉപസമിതി വരുന്നുണ്ട്, അതിൽ പ്രതീക്ഷ ഇങ്ങോട്ട് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്? എന്നോട് പറഞ്ഞിട്ടില്ല, വരുന്നുണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടു. അല്ല, വീട്ടിലറിയിച്ചിട്ടില്ല വരുന്നുണ്ട്? ഈ മരണശേഷം നേതാക്കളൊക്കെ ഇവിടെ എത്തിയോ? വലിയ നേതാക്കളോ സംസ്ഥാനതല നേതാക്കളോ ഇവിടെ എത്തിയിരുന്നു? അല്ല, സാധാരണഗതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പേ ഈ പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും
ഞാൻ പറഞ്ഞതുമായി തന്നെ അതിൽ വേറെ വ്യത്യാസമൊന്നും പറയാനില്ല. അല്ല, വന്നിരുന്നു ഏതൊക്കെ നേതാക്കൾ താങ്കളെ ആശ്വസിപ്പിക്കാൻ വന്നു? ആരും വന്നിട്ടില്ല. 50 വർഷത്തിലധികം കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തനായ ജില്ലയിലെ നേതാവായിരുന്നു താങ്കളുടെ പിതാവ് അല്ലേ? ജില്ലയ്ക്ക് അപ്പുറത്തേക്കുള്ള നേതാക്കൾ ആരും വന്നില്ല. ജില്ലയിലെ നേതാക്കളും എല്ലാവരും എത്തിയിട്ടില്ല. MLA വന്നിരുന്നു? മരണശേഷം 1-2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പച്ചനൊക്കെ അടക്കമുള്ളൊരു അപ്പച്ചനും വന്നിട്ടുണ്ടായിരുന്നു പ്രാവശ്യം. താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ ഒരു ഇത്രയും വർഷമായി അദ്ദേഹത്തിന്റെ ജീവനും ശ്വാസനും ഒക്കെ സത്യബാധ്യതയിലാണ് താങ്കൾ നിൽക്കുന്നത് അല്ലേ? അതെ, അതൊരു ജീവിതം ഒരു ചോദ്യചിഹ്നമാണ് മുന്നിൽ. ഭൂമിക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട്. അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നതും ഈ അവസാന കത്തിൽ പറഞ്ഞതുമായ കാര്യങ്ങൾ തന്നെ എനിക്കിപ്പം എൻ്റെ മനസ്സിലുള്ളൂ. അത് പാർട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോട്ടെ, എവിടം വരെ എത്തും നമുക്ക് നോക്കാം. ഈ പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. ഈ നമ്മളൊക്കെ ആദ്യ ഘട്ടത്തിൽ വരുമ്പോൾ താങ്കൾ ഓരോ ദിവസവും മാധ്യമങ്ങളെ കാണുമെന്നൊക്കെ പറയുമ്പോഴും ഈ DCCയിലെ ആളുകളും ബന്ധപ്പെട്ടവരൊക്കെ നമുക്ക് ഓരോ അഭിയോഗങ്ങൾ പറയും. അദ്ദേഹം ഒരുപാട് പണം ദൂർത്തടിച്ചിരുന്നു, കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് ഇതിന് പിന്നിൽ നിന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടന്നു. താങ്കളുടെ അറിവുണ്ട്? കുടുംബ സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു കുടുംബം ഇല്ല. അതാണ് അതിൻ്റെ സത്യം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവും. അല്ലാതെ ഇത് ഈ ഇപ്പോൾ പറഞ്ഞ 2.5 കോടി രൂപ അല്ലെങ്കിൽ അത് വെച്ചിട്ട് ജീവിക്കുന്ന വീടല്ല ഇത്. ഒരു വീട് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. ഇനി അങ്ങനെ ഉള്ളൊരു മനുഷ്യനായിരുന്നെങ്കിൽ ഇത് ഏത് രീതിയിലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഈ ഒരു രീതിയിലല്ല ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. വലിയ ആർഭാടങ്ങളൊന്നും അതൊന്നുമല്ല. നമുക്ക് അവസാന കാലഘട്ടങ്ങളിൽ സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആളുകൾക്ക് കുറച്ചു പേർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ? അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഇപ്പം ഇത്രയും പൈസ അച്ഛൻ വാങ്ങി എന്ന് പറഞ്ഞിട്ടാണ് മാധ്യമങ്ങളിലൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് അച്ഛന് ഇത്രയും കടങ്ങൾ ഉണ്ടാവുമോ? ഈ പണം എങ്ങോട്ട് പോയിന്നല്ലേ? അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയാണെങ്കിൽ എന്തെങ്കിലും ഇത്രയും ബാധ്യത എന്തായാലും കാണാനുണ്ടാവണം. എന്തെങ്കിലും എന്റെ കുടുംബത്തിൽ ഉണ്ടാവില്ല. അതപ്പോൾ പുറത്തേക്ക് പോയതുകൊണ്ടാണ് ബാക്കി പണം ഇവിടാന്ന് ഈ നേതാക്കളെയൊക്കെ പലവട്ടം അദ്ദേഹം കണ്ടിട്ടുണ്ടെന്നൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരവരെ ഈ ഐ സി ബാലകൃഷ്ണൻ അടക്കം കണ്ടിട്ടുണ്ട്. ഐ സി ബാലകൃഷ്ണന്റെ പേര് ആദ്യഘട്ടം മുതൽ ഉയരുന്നതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം DCC പ്രസിഡന്റൊക്കെ ആയിരുന്നതാണ്. താങ്കൾ നേരിട്ട് ഐ സി ബാലകൃഷ്ണനെ കാണാൻ ശ്രമിച്ചോ? പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവര് ഈ പറഞ്ഞെന്താ, ഞാൻ എന്നെ കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞു. അപ്പം ഞാൻ കണ്ട കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചെയ്ത കാര്യം ഞാൻ ചെയ്തു എന്ന് പറയുന്നുള്ളൂ. അവർ ഏത് രീതിയിൽ എടുക്കുന്നതല്ലോ എനിക്കറിയില്ല. അത് ആ രീതിയിൽ തന്നെ പോട്ടെ. അവർ പറയുന്നത് ഇപ്പം ഞാൻ BJP CPMൻ്റെയും കൂടെ നിന്ന് കളിക്കുക, അങ്ങനെ കളിക്കുകയാണെങ്കിൽ ഞാൻ ഇവരുടെ അടുത്ത് പോകേണ്ട ആവശ്യം എനിക്ക് തീരവില്ല. അവരുടെ അടുത്ത് പോയാൽ മതി. അവരുടെ അടുത്ത് പോയിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഇങ്ങനെ പോയി ഇതാക്കേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു. അല്ല, അങ്ങനെ അദ്ദേഹം അങ്ങനെ തന്നെ നിങ്ങളോട് സംസാരിച്ചിരുന്നു അല്ലെ? താങ്കൾ VD സതീശനോട് അങ്ങനെ പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടില്ല. CPമാരും BJPക്കാരും ഒക്കെ എൻ്റെ അടുത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല? ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, പിന്നെ എന്തിനായിരിക്കും അദ്ദേഹം അങ്ങനൊരു നമ്മളടക്കമുള്ളവർ വരുമ്പോഴും താങ്കൾ പറഞ്ഞത് പാർട്ടിയുമായിട്ട് ഇതുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ട് പതിയെ അല്ലേ? നമ്മൾ പലവട്ടം സംസാരിച്ചാണ് നമുക്ക്. അപ്പോഴും താങ്കൾ പറഞ്ഞത് പരമാവധി കാത്തിരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചല്ലേ? അങ്ങനെയായിട്ട് ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പം അവിടെ പോകേണ്ട ആവശ്യമില്ല. എനിക്ക് നേരിട്ട് ഇവരുമായിട്ട് അവർ പറഞ്ഞ ഡീലങ്ങ് നടത്തിയാൽ മതി. ഞാൻ ആ ഡീല് നടത്താനല്ലല്ലോ എൻ്റെ അച്ഛൻ കത്തെഴുതി വെച്ചിട്ട് പാർട്ടിയെ ഇതാക്കരുതെന്ന് പറഞ്ഞ് ഇവരെ എടുത്തു പോയത്. അച്ഛൻ അവസാന ശ്വാസം വരെ കോൺഗ്രസ്സുകാരനായിരുന്നു അല്ലേ? ആ കത്തിൽ എഴുതിയേക്കുന്നതും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ എന്താണ് ഈ ഇവരിൽ നിന്നൊരു നീതി ഇനി താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകാന്നുള്ളതാണ്. മറുവശത്ത് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. അവിടെയും ഒരു പ്രതീക്ഷ വെക്കാം അല്ലേ? ഈ കുറ്റക്കാരാണേലും അവർ പുറത്തു വരണം. ഈ ബാങ്കുകളിലെ കാര്യങ്ങളെ കുറിച്ച് നേരത്തെ എന്തെങ്കിലും അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? അത് ഈ കത്തിൽ പറഞ്ഞ തന്നെയാണ്. എനിക്ക് ഡീറ്റെയിൽ അല്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? ഇതല്ലാതെ ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മുറിച്ചു നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞു ബാങ്കിൽ കുറച്ച് കടങ്ങളുണ്ട്, ഇതൊക്കെ എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാവും എന്ന രീതിയിൽ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അല്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഈ സഹോദരന് ജോലി നഷ്ടപ്പെട്ട സാഹചര്യമൊക്കെ അതും അച്ഛന് വലിയ വേദനയായിരുന്നു. നല്ല വേദന ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹമാണ് ആ ബാങ്കിന്റെ ചോരയും നീരും ഒക്കെ കൊടുത്ത് ഉണ്ടാക്കിയത്. കാര്യമില്ല. എന്തായാലും ഇപ്പം ഒരു വശത്ത് കേസ് പോട്ടെ, മറുവശത്ത് രാഷ്ട്രീയമായി ഇനി താങ്കൾ വലിയ പ്രതീക്ഷ വെക്കുന്നില്ല എന്നാണ് താങ്കളുടെ വാക്കുകളിൽ തന്നെ എനിക്ക് മനസ്സിലാവുന്നത്.
എന്തായാലും അതാണ് സാഹചര്യം. ഈ അന്വേഷണം ഒരു വഴിക്ക് പുരോഗമിക്കുമ്പോൾ ഈ രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഉപസമിതി ഇവിടേക്ക് ജില്ലയിലേക്ക് എത്തുമ്പോൾ അക്കാര്യം കുടുംബത്തിലേക്ക് വരുമെന്നൊക്കെയാണ് ഉപസമിതി അറിയിച്ചെങ്കിലും കുടുംബത്തെ അക്കാര്യം അറിയിച്ചിട്ടില്ല എന്ന കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ഈ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നും വിജീഷ് പറയുന്നു. എം.എസ്. സനീഷ് കുമാറാണ് വിശദവിവരങ്ങൾ നൽകിയത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് 4 CPM നേതാക്കൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അപ്പീലിൽ അന്തിമ തീരുമാനമെടുക്കുന്നതുവരെ ശിക്ഷാവിധി നടപ്പാക്കുന്നത് തടയണമെന്നും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ട് നൽകിയ ഉപഹർജിയും ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ഉപഹർജിയിലെ ആവശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചാൽ ശിക്ഷാവിധി നടപ്പാക്കുന്നതിന് വിലക്കുണ്ടാകും. ഡോക്ടർ വി നാരായണൻ ISROയുടെ പുതിയ ചെയർമാൻ ഈ മാസം 14 ചുമതലയേൽക്കും. നിലവിൽ തിരുവനന്തപുരം വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് സെന്റർ ഡയറക്ടറാണ് അദ്ദേഹം. ബഹിരാകാശ വകുപ്പ് സെക്രട്ടറി, ബഹിരാകാശ കമ്മീഷൻ ചെയർമാൻ തുടങ്ങിയ ചുമതലയേൽക്കും. 2 വർഷത്തേക്കാണ് നിയമനം. നാഗർകോവിൽ സ്വദേശിയാണ്. ഏൽപ്പിച്ചത് നിർണായക ദൌത്യമെന്നും പ്രധാനമന്ത്രിക്കും സർക്കാരിനും നന്ദിയെന്നും അദ്ദേഹം പ്രതികരിച്ചു. 41 വർഷം നീണ്ട പ്രവർത്തന മികവിനാണ് അംഗീകാരം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേരും. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ 39 സമിതി അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുക്കും. ബിൽ നേരത്തെ ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു. 90 ദിവസത്തിനുള്ളിൽ സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. ബിൽ ഏകാധിപത്യമെന്ന നിലപാടിലാണ് പ്രതിപക്ഷമുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശിൽ 65,000 കോടി രൂപയുടെ സുപ്രധാന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. 3ാം തവണ പ്രധാനമന്ത്രിയെ അധികാരമേറ്റതിനു ശേഷം പ്രധാനമന്ത്രിയുടെ ആദ്യ ആന്ധ്ര സന്ദർശനമാണിത്. മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു, ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ തുടങ്ങിയവർക്കൊപ്പം മോദി വിശാഖപട്ടണത്ത് റെയിൽവേ സോണിന് തറക്കല്ലിടും. ഇതിനു പുറമെ അബുഡിമടകയിൽ NTPCയുടെ സംയോജിത ഗ്രീൻ ഹൈഡ്രജൻ ഹബിനും അദ്ദേഹം തറക്കല്ലിടും. തിരൂർ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞു. രാത്രി 12:30 സംഭവം. തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു. ഒരാളെ ആന തൂക്കിയെറിഞ്ഞു. പാപ്പാൻ ഇടപെട്ട ആനയെ തളച്ചതിനാൽ കൂടുതൽ അപകടമൊഴിവായി. പോത്തന്നൂരിൽ നിന്ന് വന്ന വരവയാറത്തിന് മുൻപിൽ ആന ഇടയുകയായിരുന്നു. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. തൃശൂർ വടക്കാഞ്ചേരിയിൽ വാഹനാപകടത്തിൽ 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മുള്ളൂർക്കര സ്വദേശിനി 4 വയസ്സുള്ള നൂറ ഫാത്തിമയാണ് മരിച്ചത്. KSRTC ബസ്സും പെട്ടി ഓട്ടോയും കൂട്ടിയിടിച്ചാണ് അപകടം. ഉനൈസ്, ഭാര്യ റഹാനത്ത് എന്നിവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി ഊട്ടുപാറയിലാണ് അപകടം. എറണാകുളം പറവൂർ വള്ളുവള്ളിയിൽ സ്വകാര്യ ബസ് മരത്തിലിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഗുരുവായൂർ എറണാകുളം റൂട്ടിലോടുന്ന ഡോളർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെ 6 മണിയോടുകൂടിയായിരുന്നു അപകടം. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നലെ 90,044 ഭക്തരാണ് ദർശനം നടത്തിയത്. ഇന്നും തിരക്ക് തുടരുകയാണ്. മകരവിളക്കിന് മുന്നോടിയായി ഒരുക്കങ്ങളും സന്നിധാനത്ത് ആരംഭിച്ചു. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട് കാണാം. ശബരിമലയിൽ ഇന്നലെ ഏതാണ്ട് രാവിലെ വലിയ തിരക്കുണ്ടായിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം അത്രത്തോളം തിരക്ക് നമുക്ക് കാണാൻ സാധിച്ചില്ല. ഇന്നും സമാനമായ ഒരു സ്ഥിതിവിശേഷം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സാധാരണഗതിയിൽ രാവിലെ ഒരു 7 മണി വരെ
ഒരു 20,000-ലധികം ആളുകൾ ശബരിമല സന്നിധാനത്ത് ദർശനം നടത്താറുണ്ട്. ഇന്നത് ആ സമയത്ത് ഏതാണ്ട് 16,000 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 8 മണി വരെയുള്ള കണക്കുകൾ, ഏറ്റവും ഒടുവിലുള്ള കണക്കുകൾ നോക്കിയാലും അത് 20,000-ലെത്തുന്നു. അതായത് രാവിലത്തെ ഒരു കണക്ക് ഇങ്ങനെയാണ്. ഇത് തന്നെ വൈകുന്നേരം വരെയും പോകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇന്നലെ രാവിലെ ഏതാണ്ട് ഉച്ച വരെ ഏതാണ്ട് 50,000-ലധികം ഭക്തർ ദർശനം നടത്തി. പക്ഷേ പിന്നീട് നോക്കുമ്പോൾ അത്രത്തോളം ഭക്തർ എത്തിയിരുന്നില്ല. 40,000-ലൊതുങ്ങുന്നു. സാധാരണഗതിയിൽ ഈ 50,000-ഓളം ഭക്തരൊക്കെ ഉച്ചയ്ക്ക് മുൻപ് എത്തിയാൽ അത് 1 ലക്ഷം കടന്നു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. പക്ഷേ ഇന്നലെ അത് 90,000-ൽ ഒതുങ്ങി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പമ്പ മുതൽ നിയന്ത്രണങ്ങളുണ്ട്. 20 മിനിറ്റോളം തടഞ്ഞു നിർത്തിയാണ് പമ്പയിൽ നിന്ന് ഭക്തരെ കടത്തിവിടുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും, പ്രത്യേകിച്ച് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്ന 12-ാം തീയതി മുതലുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക്, വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള ക്രമീകരണങ്ങളിലാണുള്ളത്. അതായത് നേരത്തെ തന്നെ തീരുമാനിച്ച പ്രകാരം വെർച്വൽ ക്യൂ പ്രകാരം 60,000-വും 50,000-വും 40,000-വും അങ്ങനെയാണ് യഥാക്രമം 12, 13, 14 തീയതികളിൽ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ടാകുക. സ്പോട്ട് ബുക്കിംഗും പരിമിതപ്പെടുത്തും. എന്തായാലും വലിയ രീതിയിൽ തിക്കും തിരക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ 10-ന് ശേഷം എത്തുന്ന ഭക്തർ ഇവിടെ പർണശാല കെട്ടി തമ്പടിക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുക. എന്തായാലും അതിന് മുന്നോടിയായിട്ടുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ 1 ലക്ഷത്തിനടുത്ത ഭക്തർ എത്തിയേക്കാം. പക്ഷേ ഈ ദിവസങ്ങളിൽ വന്നെത്തുന്ന ഭക്തർ കൂടി ചേർന്നുകൊണ്ട് വലിയൊരു തിരക്ക് മകരവിളക്ക് ദിവസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ക്രമീകരണങ്ങൾ തുടരുകയാണ്. ഭംഗിയായി തീർത്ഥാടന കാലം അവസാനിപ്പിക്കാനുള്ള വലിയ ഒരുക്കങ്ങളാണ് ശബരിമല സന്നിധാനമുള്ളത്. ശബരിമലയിലെ കൊടിക്കൂറ കൊണ്ട് ഉത്സവം നടത്തുന്ന ഒരു അപൂർവ ക്ഷേത്രം കേരളത്തിലുണ്ട്. കോതമംഗലം തൃക്കാരിയൂർ അറക്കുളം ശ്രീധർമ്മശാസ്ത്ര ശ്രീ മഹാദേവ ക്ഷേത്രമാണ് ആചാരം കൊണ്ട് ഈ അപൂർവത നിലനിർത്തുന്നത്. ഇത്തവണത്തെ ഉത്സവത്തിനായി ശബരിമലയിൽ നിന്നും ക്ഷേത്രം ഭാരവാഹികൾ ആചാരപരമായി കൊടിക്കൂറ ഏറ്റുവാങ്ങി. ആചാരങ്ങളുടെ അപൂർവതകൾ കൊണ്ട് ശ്രദ്ധേയമാണ് ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ഈ അപൂർവതയ്ക്ക് ഒരു തുടർച്ചയാണ് കോതമംഗലം തൃക്കാരിയൂർ അറക്കുളം ശ്രീധർമ്മശാസ്ത്ര ശ്രീ മഹാദേവ ക്ഷേത്രം. ശബരിമലയിലെ കൊടിക്കൂറയും മണിയും കൊണ്ട് ഉത്സവം നടത്തുന്ന അപൂർവത. ഇത്തവണത്തെ ഉത്സവത്തിനായി ശബരിമലയിലെത്തി ക്ഷേത്രം ഭാരവാഹികൾ കൊടിക്കൂറ ഏറ്റുവാങ്ങി. അടുത്ത വർഷം ഇവിടെ കൊടിയേറ്റുന്ന കൊടിക്കൂറ അടുത്ത വർഷം അവിടെ അറക്കുളം ക്ഷേത്രത്തിൽ അതായത് ദേവസ്വത്തിലെ ഉത്സവങ്ങള് ധ്വജാതി, പടഹാതി, അങ്കുരാതി എന്ന 3 തരത്തിലുള്ള ഉത്സവങ്ങളാണുള്ളത്. അറക്കുളം ക്ഷേത്രത്തിൽ നടക്കുന്നത് പടഹാതി ഉത്സവമാണ്. അതായത് പൊട്ടിപ്പുറപ്പെടുന്ന ഉത്സവം എന്ന് പറയും. അത്തരത്തിലുള്ള ഒരു ഉത്സവമാണ് അറക്കുളം ക്ഷേത്രത്തിൽ നടക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്ന കൊടി അവിടെ ഒരു ഉയർത്തിക്കെട്ട് കൊടികേറ്റ് പോലെയുള്ള ചടങ്ങല്ല. ജനുവരി 24 മുതൽ 31 വരെയാണ് ഉത്സവം. നൂറ്റാണ്ടുകളായുള്ള പാരമ്പര്യമാണിതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു 4-5 തലമുറയ്ക്ക് മുമ്പുള്ളതാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചടങ്ങാണ്. ഇവിടുത്തെ ഉത്സവം അറക്കുളം അമ്പലത്തിൽ കൊടിയേറും എന്നുള്ളതാണ് എന്റെ ശരിക്കുള്ള ഒരു ചടങ്ങ്. ഇവിടുന്ന് കൊടി കൊണ്ടുപോയി അവിടെ ഉത്സവം കൊടിയേറുന്നു. ക്ഷേത്രം അവകാശികളായ താഴത്തുമനക്കൽ ഗോപാലകൃഷ്ണ സ്വാമിയുടെ നേതൃത്വത്തിൽ പുല്ലുമേട് വഴി സന്നിധാനത്തെത്തിയാണ് കൊടിക്കൂറയും മണിയും ഏറ്റുവാങ്ങിയത്. ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. കലോത്സവത്തിന് ഇന്ന് കൊടിയിറക്കം. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. ജിടെക് ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് സമാപനമാണ്. സ്വർണ്ണക്കപ്പിൽ മുത്തമിടാൻ തൃശൂരും പാലക്കാടും കണ്ണൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ്. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ചലച്ചിത്ര താരങ്ങളായ ആസിഫ് അലി, ടൊവിനോ തോമസ് എന്നിവർ മുഖ്യാതിഥികളാകും. ഐഷത്തുൽ ഷംനയുടെ റിപ്പോർട്ടിലേക്ക്. അങ്ങനെ 5 ദിവസത്തെ ഉത്സവ മാമാങ്കത്തിന് ഇന്ന് കൊടി ഇറങ്ങുകയാണ്. കപ്പ് ആര് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യമുള്ളത്. തൃശ്ശൂരും കോഴിക്കോടും പാലക്കാടൊക്കെ ഒപ്പത്തിനൊപ്പമാണ്. എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ ഒരു പെർഫോമൻസ്, കുട്ടികളുടെ ഒരു വൈബ്, എനർജി, പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി. എന്തോ ഞങ്ങളും പെർഫോം ചെയ്യും, നന്നായിട്ട് പെർഫോം ചെയ്യും.
നിങ്ങൾ എവിടുന്ന ആരാ എന്താ NSS ആണോ? എങ്ങനെയുണ്ട് വളണ്ടിയർ പരിപാടിയൊക്കെ? പ്രോഗ്രാം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നേ. എന്നൊരായിട്ട് കാണണല്ലോ. പാട്ട് പാടുവോ? കർണാടക സംഗീതത്തിൽ ബിരുദം. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കേരള ഘടകം 1ാം സ്ഥാനം, നാടോടി നൃത്തം 3ാം സ്ഥാനം, 2005 വർഷങ്ങളിലും സമ്മാനാർഹയായി. കോട്ടയം ഗുരു ഗോപിനാഥ ട്രസ്റ്റിൽ നിന്നും 2003 യുവ പ്രതിഭ പുരസ്കാരം നേടി. ജഡ്ജി 2 ശ്രീമതി സിന്ധു മനോഹർ, ശ്രീമതി കലാമണ്ഡലം. അടിപൊളിയായിട്ടല്ലോ, സൂപ്പർ പെർഫോമൻസ്. എങ്ങനെ പോകുന്നു നിങ്ങളുടെ വളണ്ടിയർ പരിപാടികളൊക്കെ? ഇവിടെ എങ്ങനെയുണ്ട്? നല്ല വെയിലാണല്ലോ. ഇതൊന്നൊരു പ്രശ്നമല്ല. പ്രോഗ്രാം കളറാക്കുക, അതാണ് നല്ല പ്രോഗ്രാം കണ്ടോ? ഏതെങ്കിലും എങ്ങനെയുണ്ട് ഇവിടുത്തെ കുട്ടികളുടെ ഒരു എനർജി? നിങ്ങളുടെ പോലെയുള്ള വൈബാണ്. ആരെങ്കിലും എന്തെങ്കിലും പെർഫോം ചെയ്യാൻ വന്നിട്ടുണ്ടോ ഇതിനു മുമ്പേ? ഇത്തവണ ഉണ്ടോ? കലോത്സവം അങ്ങനത്തെ പരിപാടിക്ക് നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടല്ലോ. കലോത്സവത്തിനൊന്നും പോവാറില്ലേ? അപ്പൊ ഒരു നാടൻ പാട്ട് കൂടി കേൾക്കാം നമുക്ക്. നാടൻ പാട്ടിന് കലോത്സവത്തിനുള്ള ആൾക്കാരും കൂടിയാണ്. ഓക്കെ, നാടൻ കലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് നിരവധി തവണ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. താരകപ്പെണ്ണാളെ കതിരാടും പിടിയാളെ തമ്പൂരത്തിടും മുമ്പേ കരിഞ്ഞാറും കോര ഭരിച്ചാട്ടെ. താരകപ്പെണ്ണാളെ കതിരാടും പിടിയാളെ തമ്പൂരത്തിടും മുമ്പേ കരിഞ്ഞാറും കോര ഭരിച്ചാട്ടെ. തകതക താത്തിനന്തകത്തിതാര തകതിനന്തകത്തിതാര താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തിതാര. കള്ളും പൊട്ടിയടിക്കാൻ കരിങ്കാരക്കിടങ്ങളുണ്ടേ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ട് കലോത്സവം? എങ്ങനെയുണ്ട് മൊത്തത്തില് പരിപാടി? കലോത്സവം പരിപാടി എങ്ങനെയുണ്ട്? അതന്നെയാണ് കലോത്സവം. ഇത്തവണ എന്തായാലും കളറാണ്. അടിപൊളി പെർഫോമൻസുകൾ, നല്ല ജനത്തിരക്കും എല്ലാം ഉണ്ട്. ഇനിയിപ്പോ നമ്മളിപ്പോ ഉള്ളത് പ്രധാന വേദിയിലാണ്. അല്പസമയത്തിനകം ഇവിടെ നിറഞ്ഞു ഒഴുകാൻ പോവാണ്. കാരണം ഇന്നത്തെ പ്രധാന പരിപാടി സമാപന പരിപാടിക്ക് എത്തുന്നത് ടൊവിനോ തോമസും ആസിഫ് അലിയാണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ ഇവിടുത്തെ ഒരു ജനത്തിരക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പം തന്നെ ഇന്ന് 10 മത്സരങ്ങളാണ് ഇനി നടക്കാനുള്ളത്. ആ 10 ഇനങ്ങളും 2 മണിയോടുകൂടി ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്നെ സമാപിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും 9 മണിയോടുകൂടി തന്നെ മത്സരങ്ങളൊക്കെ പയ്യെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. 2 മണിയോടുകൂടി സമാപനം പരിപാടികളെല്ലാം അവസാനിക്കും. വൈകിട്ട് 5 മണിക്കാണ് സമാപന പരിപാടി ഉണ്ടാകും. ആ സിനിമയിൽ അവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മള്. അപ്പൊ എന്തായാലും ഇത്തവണത്തെ കലോത്സവം ഗംഭീരമായി, ഉഷാറായി, കളറായി തന്നെ അവസാനിച്ചു. അത് തന്നെയാണ് ഇവിടെ വന്ന എല്ലാവരും പറയാനുള്ളത്. അനന്തപുരിയുടെ മണ്ണ് ഇത്തവണ കളറാക്കി. ക്യാമറമാൻ സി വിനോദിനൊപ്പം ആയിഷത്തുൽ ഷംനാൻ. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ.